അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിമന്റെ വോയിസ് ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ ക്ലിയർ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസന ഇദാ ശി'ത സഹ്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുന്നവരിൽ അവൻ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅല്ലിമ ഫസ്റ്റില് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ മജ്‌ലിസുകളായിട്ട് റബ്ബ് നൽകിക്കൊണ്ടിരിക്കുകയാണ്, അവനെ അറിയാനും അവനോട് അടുക്കുവാനും വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതുപോലെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഇങ്ങനെയാണോ അവൻ തൃപ്തിപ്പെടുന്നത്, ഇങ്ങനെയാണോ അവൻ സ്വീകരിക്കുന്നത്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇരിക്കാൻ ശ്രദ്ധിക്കുക. ക്ലാസ് കഴിയുന്നത് വരെ മറ്റ് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഏറ്റവും തൃപ്തിപ്പെട്ട സൽക്കർമ്മമായിട്ട് റബ്ബ് നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായി ഞാനൊരു ചോദ്യം കൊണ്ട് തുടങ്ങുകയാണ്. സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ളത് നമുക്ക് ആരോടാണ്? പല ഉത്തരങ്ങളും ഉണ്ടാവും അല്ലേ? പിന്നെ ഒന്നുകിൽ ഉപ്പയോടായിരിക്കും, അല്ലെങ്കിൽ ഉമ്മയോടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതായത് എന്താണ്, ചങ്ങാതിമാരായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ അവരൊക്കെ, നമ്മളിപ്പോ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കൊന്നും അറിയില്ല, ഇനി എങ്ങോട്ട് പോകണം, ഏതാണ് വഴി, ഒന്നും നമുക്കറിയില്ല. ആ ഒരു സമയത്ത് നമ്മൾ ആരെയാണ് വിളിക്കുക? ഫസ്റ്റ് നമ്മുടെ ഫോൺ എടുക്കും അല്ലെ? ആ ഒരു സമയത്ത് ഫോണിൽ ആരെയാണോ കോണ്ടാക്ട് ലിസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടത് ആരാണോ അവരുടെ നമ്പർ ആദ്യം എടുക്കും, അവരെ വിളിക്കും. ആ ഒരു സമയത്ത് അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ? അല്ലെ? ഈ ഒരു കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്ഥലത്തിന്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ആ ഒരു രീതിയിൽ ഉണ്ടാവും അല്ലെ? നമുക്ക് ഇതുവരെ അറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിക്കുകയാണ്. അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ? നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? നമ്മളെ ഏതെങ്കിലും വഴി സഹായിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു അസുഖം വരികയാണ് അല്ലെ? ആ അസുഖം വന്നു, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആരോടാണ് പോയി പറയുക? ഒന്നുകിൽ നമ്മളോട് ഉമ്മാനോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാനോടായിരിക്കും. പക്ഷേ നമുക്ക് ഇത്രയും നാളും നമ്മളെ ജീവിപ്പിച്ച് നമുക്ക് ഇത്രയും എന്താണ് അനുഗ്രഹങ്ങൾ തന്ന് അല്ലെ, നമ്മളെല്ലാം ലോകം മുഴുവനും സർവ്വതും നിയന്ത്രിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറുണ്ടോ? അള്ളാഹുവിനോട് നമ്മൾ ആദ്യം പറയാറുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ഒരു കാര്യമാണത് അല്ലേ? ഏറ്റവും ആദ്യം നമുക്ക് എന്ത് സങ്കടമായാലും സന്തോഷമായാലും എന്ത് ഘട്ടങ്ങളിലായാലും നമ്മൾ എന്താണ് ചെയ്യാറ്? ആദ്യം നമ്മൾ നമ്മുടെ റബ്ബിനെ വിളിക്കുക അല്ലേ? റബ്ബിനോട് ആദ്യം പറയാ. അള്ളാഹു ആണ് നമുക്ക് ഇത് നൽകുന്നത് അല്ലേ? സന്തോഷമായാലും സങ്കടമായാലും എന്തായിക്കൊണ്ടാലും അള്ളാഹു ആണ് നമുക്കത് നൽകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആരോടാണ് പറയേണ്ടത്? നമ്മുടെ റബ്ബിനോടാണ്. തവക്കൽത്തു അലല്ലാ അല്ലെ? നമ്മളെല്ലാവരും പറയാറുണ്ട്, ഓരോ കാര്യങ്ങളും നമുക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് വരുമ്പോൾ എല്ലാം റബ്ബിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഭരമേൽപ്പിക്കും അല്ലെ? അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ ആദ്യം ഓതി വെച്ച ആ ഒരു ആയത്തുണ്ടല്ലോ, അതിന്റെ ഫസ്റ്റ് ഭാഗം നമ്മളോട് റബ്ബ് പറയാണ്, وَإِذَا سَأَلَكَ عِبَادِي
അന്നി ഫഇന്നി ഖരീബ്. എന്താണ്? വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ. അള്ളാഹ് നബിയോട് പറയാണ്, നബിയെ നിന്നോട് ചോദിച്ചാൽ എന്ത്? വഇദാ സഅലക ഇബാദി, ആരാണ്? എന്റെ അടിയാന്മാര് ചോദിക്കുകയാണെങ്കിൽ, അന്നി, എന്നെ കുറിച്ച്, ഇന്നി ഖരീബ്, അപ്പൊ പറയണം, എന്താണ് പറയേണ്ടത്? തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അടുത്തവനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഏറ്റവും അടുത്തവനായിട്ടുള്ളവനാണ് ആര്? നമ്മുടെയൊക്കെ റബ്ബായിട്ടുള്ള അള്ളാഹു. ഈ ഒരു ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. അറാബികളായിട്ടുള്ള ആളുകൾ, അതായത് മരുഭൂവാസികളായിട്ടുള്ള ആളുകള് നബിയോട് ചോദിക്കുകയാണ്, അള്ളാഹു നമുക്ക് അടുത്തവനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ അവനുമായിട്ട് സംഭാഷണം ചെയ്യാം. അല്ലെങ്കിൽ ദൂരെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ എന്ത് ചെയ്യാം? വിളിച്ച് ചോദിക്കാം. ഈ ഒരു സന്ദർഭത്തില് ഇത് ചോദിക്കുന്ന സമയത്ത് നബി എന്ത് ചെയ്യാണ്? അവിടെ മൗനം പാലിക്കുകയാണ്. നബിക്ക് അവിടെ ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇറങ്ങിയ ഒരു ആയത്താണ് എന്ത്? ഈ ഒരു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഈ ഒരു ആയത്ത്. അൽഹംദുലില്ലാഹ്. അതിൽ തന്നെ നമ്മൾ കുറെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. എത്രയോ അടുത്തവനായിട്ടുള്ള അള്ളാഹു അല്ലേ? വേറൊരു സൂറത്തിൽ പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്താ അതിന്റെ അർത്ഥം? നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണത് അല്ലേ? ആയത്തിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ഒരു നിമിഷം നമ്മൾ എന്തോ റബ്ബ് നമ്മളോട് പറയാണ് അല്ലേ? ആ ഒരു ചിന്തയിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു പോകും ആ ഒരു ആയത്തെത്തുമ്പോൾ. അൽഹംദുലില്ലാഹ്, എനിക്ക് എപ്പോഴും എന്താണ് ഈ ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് ആ ഒരു ആയത്തിനോട് എന്തോ ഒരു പ്രത്യേകം ആകർഷണം തോന്നിയിട്ടുള്ള ഒരു ആയത്താണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക? അറിയാത്തവരാണെങ്കിൽ ആ ഒരു ആയത്തെടുത്ത് അതിന്റെ അർത്ഥം അതേപോലെ ആശയം ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് റബ്ബ് നമ്മളോട് പറയുന്നത്? അതില് വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വനഅലമു മാ തുവസ്വിസു, അല്ലെ? വനഅലമു, അത് നാം അറിയുകയും ചെയ്യുന്നു. മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സ് എന്താണോ മന്ത്രിക്കുന്നത് അത് നാം അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, വനഹ്നു അഖ്റബു ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്. മിൻ ഹബ്ലിൽ വരീദ്, എന്താണ് വരീദ് എന്ന് പറഞ്ഞാല്? നമ്മുടെ കഴുത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് രക്തനാഡികളുണ്ട്, പ്രധാന രക്തനാഡികളാണ് അതൊക്കെ. അതിനേക്കാളും എത്രയോ അടുത്താണ് നമ്മുടെ മനസ്സുകളിലുള്ളത് റബ്ബ് അറിയുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഊഹിക്കാം അല്ലെ? നമുക്ക് ചിന്തിക്കാം എത്ര അടുത്താണ് റബ്ബ് നമ്മളോടുള്ളത്. ഈ ഒരു ആയത്ത് സൂറത്ത് 16 കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ആ ഒരു ആയത്ത് എടുക്കുക, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഒന്ന് വായിച്ചു പോവാട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ വരീദ്, അതായത് കണ്ഠനാടി എന്ന് പറയും, അതിനേക്കാളും എത്രയോ അപ്പുറത്താണ് നമ്മുടെ റബ്ബ് അല്ലെ? നമ്മുടെ മനസ്സുകളിലുള്ളത്. നമ്മള് എന്താ ഓരോ കാര്യങ്ങള് രഹസ്യമാക്കുന്നതായാലും പരസ്യമാക്കുന്നതായാലും എല്ലാം റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അതിന്റെ തൊട്ട് ശേഷം സൂറ ഖാഫ് 17 പറയുന്നുണ്ട്, നമുക്ക് ഇരുവശങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ രണ്ട് മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? റബ്ബിന് അതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല, റബ്ബ് മാത്രം മതി. പക്ഷെ എന്താണ്? റബ്ബ് എന്താണ്? അവരെക്കാളൊക്കെ അടുത്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ആയത്തിൽ നമുക്ക് പറഞ്ഞു തരാണ്. ഇൻഷാ അല്ലാഹ് സൂറ ഖാഫ് 16 കേട്ടോ. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിയാന്മാര് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? ഞാൻ അവന് ഏറ്റവും അടുത്തവനാണെന്ന് പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിലേക്ക് അടുക്കുമ്പോഴാണ്, അവനെ ഓർമ്മിക്കുമ്പോഴാണ് എന്ത്? നമുക്ക് ഒരു ശാന്തതയും അതേപോലെ ജീവിതത്തിൽ സമാധാനമൊക്കെ കിട്ടുന്നത് അല്ലേ?
ഫദ്കുറൂനി അദ്കുർക്കും. അള്ളാഹ് പറയാണ് ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കൂ, അദ്കുർക്കും, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെയും ഓർക്കാം. അല്ലെ, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും ഇപ്പോ സങ്കടം മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്താണ്, സങ്കടം മാത്രം വരുമ്പോഴാണ് നമ്മൾ റബ്ബിനെ ഓർക്കുക. റബ്ബിനെ എന്താണ്, പല ആളുകളുടെയും ഒരു അവസ്ഥ അതാണ് അല്ലെ. എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ എന്താണ്, റബ്ബിനെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കും. സന്തോഷം വന്നാൽ അവനെ സ്തുതിക്കാനോ അവനെ നന്ദി പറയാനോ എല്ലാം അവിടെ മറന്നുപോകും. അങ്ങനെ പാടുണ്ടോ സഹോദരിമാരെ? നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും, സന്തോഷമായാലും സങ്കടമായാലും എന്തൊരവസ്ഥയായാലും നമ്മൾ എന്ത് ചെയ്യണം, റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. അല്ലെ, അതാണ് റബ്ബ് എന്താണ് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. എന്റെ അടിയാൻ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഓർക്കുന്നുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാനും അവനെ ഓർക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ജന്ന, അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു പാർട്ട് കഴിഞ്ഞപ്പോ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അത് കഴിഞ്ഞപ്പോ അടുത്തതായിട്ട് പറയാണ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ. ഉജീബു, ഞാൻ ഉത്തരം നൽകും, ദഅവതദ്ദാഇ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്, ഇദാ ദഅാനി, അല്ലേ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. പക്ഷെ അത് എന്ത് ചെയ്യണം, എന്നെ മാത്രമായിരിക്കണം അവർ വിളിക്കേണ്ടത്, വേറെ ഒരാളെയും അതിനിടയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, റബ്ബാണെങ്കിൽ റബ്ബ് നമ്മളോട് പറഞ്ഞോ, അപ്പൊ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാം. ഉജീബു, ഞാൻ ഉത്തരം നൽകും, തീർച്ചയായും ഞാൻ ഉത്തരം നൽകും. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതിനും കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നിഷ്കളങ്കമായിക്കൊണ്ട് ഖുശൂഓടുകൂടി എല്ലാ എന്താണ് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എത്രയോ വദൂദായിട്ടുള്ള റബ്ബ് അല്ലെ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളാണ്. എന്താണ് റബ്ബ് എനിക്ക് അന്ന് തരാത്തത്, ഞാൻ ചോദിച്ചിട്ട് എന്താണ് തരാത്തത്? പക്ഷെ അത് നമ്മൾ പറയാൻ പാടുണ്ടോ? ഓരോ സത്യവിശ്വാസിയായിട്ടുള്ള നമ്മൾ ഓരോ അത് പറയാൻ പാടുണ്ടോ? എന്താണ് റബ്ബ് എനിക്കത് നൽകാത്തത്? ഞാൻ ചോദിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ എത്രയായി ചോദിക്കുന്നു, അല്ലെ? ഈ ഒരു ഓരോ സംസാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ ചോദിക്കാതെ തന്നെ റബ്ബ് തരുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാ എനിക്ക് അന്ന് ചോദിച്ചതിന് പകരം ഇന്ന് തന്നോ, അല്ലെ? അത് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ സഹോദരിമാരെ. നമ്മള് ചോദിക്കുന്ന സമയത്ത് നമുക്കൊന്നും കിട്ടില്ല അല്ലെ, അല്ലാത്തപ്പോ നമുക്ക് എന്ത് ചെയ്യും, അനുഗ്രഹം വാരിക്കോരി തരും എന്ന് നമ്മൾ ചിന്തിക്കാനേ പാടില്ലാത്തതാണ്. നമുക്ക് അള്ളാഹ് ഈ ഒരു സമയത്ത് എനിക്ക് ഇതാണ് ഹൈർ, ഇതാണ് അള്ളാഹ് വിധിച്ചത്, അപ്പൊ എന്ത് ചെയ്യാ, അതില് നമ്മൾ എന്ത് ചെയ്യാ, സന്തോഷിക്കുക, അല്ലെങ്കിൽ സമാധാനിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പൊ നമ്മള് പറഞ്ഞത് ഖുശൂഓട് കൂടിയിട്ട് വളരെ നിഷ്കളങ്കമായി കൊണ്ട് എന്ത് ചെയ്യുക, റബ്ബിനോട് നമ്മള് പ്രാർത്ഥിക്കുക. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, റബ്ബ് നമുക്ക് തരും. നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു അല്ലെ, എങ്ങനെയാണോ റബ്ബ് നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നത്, നമ്മൾ ഓരോ ക്ലാസ്സുകൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹ് ഞങ്ങളിൽ നിന്ന് ഇത് നീ ഒരു നല്ല സൽക്കർമ്മമായിട്ട്, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമായിട്ട് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ. ആ പ്രാർത്ഥന റബ്ബ് എന്താണ് സ്വീകരിക്കും. എങ്ങനെ? നമ്മുടെ മനസ്സ് എങ്ങനെയാണോ, നിഷ്കളങ്കമാണോ, ആത്മാർത്ഥമായിട്ടാണോ, ആ ഒരു രീതിയിലാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, റബ്ബ് സ്വീകരിക്കും. പല അസുഖങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ എന്താണ് പല മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള കുറേ പേരുണ്ട് അല്ലെ, അവരൊക്കെ നിത്യേന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് പല രൂപത്തിലും എന്താണ് റബ്ബിന്റെ ഇടയിലേക്ക്
എന്താ വേറെ ആളുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ. റബ്ബ് അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, എന്നിട്ട് പറയാണ് വൽയുഅ്മിനൂ ബി, എന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം അല്ലെ. എന്നില് ദൃഢമായിട്ട് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഫല്യുഅ്മിനൂ ബി, എന്നെ എന്ത് ചെയ്യാ, വിശ്വസിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, റബ്ബിനോട് ദുആ ചെയ്യാ. ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, അവിടെ ഈമാൻ എന്നുള്ളത് വെറും ഈമാനായിട്ട് കാണരുത്, യഖീനോട് കൂടി ദൃഢമായിട്ട് റബ്ബ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിൽ ദൃഢമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക അല്ലെ. അവിടെ റബ്ബ് പറയാണ് വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജീബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്ക്, എന്നോട് ചോദിക്ക്, ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്ക്. ഇസ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മള് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തില് ഓരോ ആളോട് നമ്മൾ ഓരോ കാര്യങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. പലർക്കും പല സാഹചര്യം കൊണ്ടും നമ്മളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യുക അല്ലെ. അള്ളാഹ് പറയാണ് വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, എന്നോട് ഉത്തരം ചോദിക്ക്, ഞാൻ തരാം. അവിടെയാണ് നമുക്ക് എന്തുള്ളത്, സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളത്. എല്ലാം പറഞ്ഞുകൊണ്ട് റബ്ബ് അവസാനമായിട്ട് പറയാണ് ലഅല്ലഹും യർഷുദൂൻ. എന്താണ് ലഅല്ലഹും യർഷുദൂൻ. യർഷുദൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴി നേർവഴിയിലാവുക അല്ലെ. യർഷുദൂൻ, നേർവഴിയിലായേക്കാം, അവർ നേർവഴിയിലായേക്കാം. ആരെ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? നമ്മൾ ഈ ഒരു ആയത്തിൽ എന്തൊക്കെ പറഞ്ഞു? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്, ഏറ്റവും അടുത്തവനായിട്ടുള്ള റബ്ബാണ് അല്ലെ. അതറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അല്ലെ, നല്ല സൂക്ഷ്മതയോട് കൂടിയിട്ടും റബ്ബ് പറഞ്ഞ മാർഗങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. പിന്നെയോ ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി, ഫൽയസ്തജീബൂലി, എന്നോട് പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ആളുകൾ, വൽയുഅ്മിനൂ ബി, എന്നെ വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളവര്. ഇവരൊക്കെയാണ്, ഇവരെ കുറിച്ചാണ് അവസാനമായിട്ട് റബ്ബ് പറയുന്നത് ലഅല്ലഹും യർഷുദൂൻ, അവർ ആരെ അയക്കാം, നേർവഴിയിലായേക്കാം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ പെടണ്ടേ സഹോദരിമാരെ. നമ്മള് എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും ഏതൊരു വാക്ക് പറയുകയാണെങ്കിലും റബ്ബ് അറിയുന്നുണ്ട് അല്ലെ. എല്ലാവരെക്കാളും മുമ്പേ റബ്ബ് അത് അറിഞ്ഞ് അവിടെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായി ചിന്തിക്കണം. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മൾ എന്താണ്, എന്തോ പറയാൻ പോയിട്ടുണ്ട്, അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കും അല്ലെ. എന്തോ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോ ചീത്തയാണെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, പിന്നോട്ടേക്ക് വലിക്കുക. അത് ചെയ്യരുത്, റബ്ബിന് അത് ഇഷ്ടമല്ല അല്ലെ, റബ്ബ് തൃപ്തിപ്പെടില്ല. ഈ ഒരു മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കുക. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നമ്മുടെ കണ്ടനാടിയേക്കാൾ ഏറ്റവും അടുത്തവനാണ് അല്ലെ. നമ്മുടെ ജീവനാടികളാണത് രണ്ടും. അതിനേക്കാളൊക്കെ എത്രയോ അടുപ്പമുള്ള ആളാണ് ആര്, റബ്ബ് സുബ്ഹാനഹു വ തആല. ഇൻഷാ അല്ലാഹ് ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, എല്ലാവരും ജീവിക്കുക. ഈ രണ്ട് പോയിന്റ്സുകൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ആയത്തിൽ പറഞ്ഞ പോയിന്റ്സുകൾ ഉണ്ടല്ലോ. ആദ്യം പറഞ്ഞ ഖരീബാണ് അല്ലെ, അടുത്തവനാണ്. അതേപോലെ പിന്നെ അവനോട് ഉത്തരം ചോദിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, പിന്നെ അവനെ വിശ്വസിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എന്ത്, നേർവഴിയിലാവാൻ പോകുന്നത്. ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നോക്കിയേ, റബ്ബ് നമ്മളെ ഏറ്റവും അടുത്തവനായിട്ടുള്ള ആള് അല്ലെ, അള്ളാഹു ആണ്. ആ ഒരു രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെ. സന്തോഷം അവൻ തരും, സങ്കടം ആണെങ്കിൽ നമുക്ക് അതിലും സന്തോഷം കണ്ടെത്താൻ പറ്റും. എന്റെ റബ്ബ് തരികയാണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷപൂർവ്വം സ്വീകരിക്കണം. നമുക്ക് അതിൽ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ പ്രതിഫലം, എന്താണ്, സ്വർഗമാണ് അല്ലെ. കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രതിഫലമാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്സാനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം പ്രവർത്തിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ
നല്ലതാണെങ്കിൽ റബ്ബ് ഇത് സ്വീകരിക്കണം അല്ലെ, ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ തിന്മയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ല ഇത് കാണുന്നുണ്ട് അല്ലെ, അല്ല ഇത് കാണുന്നുണ്ട്, അള്ളാഹ്ക്ക് ഇത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നമ്മൾ അത് ചെയ്യാൻ പാടുണ്ടോ? ചിന്തിക്കുക സഹോദരിമാരെ. ഇൻഷാ അള്ളാ നമ്മള് ഇനി ഓരോ നിമിഷവും ഓരോ ദിനങ്ങളിലും നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മള് റബ്ബിനെ തൃപ്തിപ്പെട്ട രീതിയിലാണോ നമ്മൾ അത് ചെയ്യുന്നത്? അത് ചിന്തിക്കുക. നമ്മൾ ഏറ്റവും അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? അല്ലെ, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സർവ്വതും നിയന്ത്രിച്ചിട്ടുള്ള ആളായിട്ടുള്ള അള്ളാഹു ആണ് അല്ലെ. ഇൻഷാ അള്ളാ അപ്പോ ഈ ഒരു ആയത്ത് എല്ലാവരും മൈൻഡിൽ വെക്കുക. ഈ ഒരു ആയത്ത് സൂറ ബഖറയിലാണ് കേട്ടോ വരുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓക്കെ, 186ാമത്തെ ആയത്താണ്. ഇൻഷാ അള്ളാ ആ ഒരു ആയത്ത് എല്ലാവരും ഓതി. എന്തായാലും നമ്മളെല്ലാവരും ദിനേന ഓതുന്ന ഒരു ആയത്താണ് അല്ലെ. ആ ഒരു ആയത്തിൽ എന്താ ഇദാ സഅലക എന്ന് പറയുമ്പോ തന്നെ അത് നമ്മളോട് പറയുന്ന പോലെ നമുക്ക് തോന്നുകയാണ് അല്ലെ. ആ ഒരു ആയത്തിൽ നമ്മൾ അത് ഓതുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു പോകും. എങ്ങനെയായാലും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇദാ സഅലക ഇബാദി, എന്റെ അടിയാന്മാർ എന്നോട് പറയാണ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെ, അന്നി ഫഇന്നി ഖരീബ്. വീണ്ടും വീണ്ടും ഞാനത് പറയാണ്. നിങ്ങൾക്ക് മൈൻഡിൽ എന്ത് ചെയ്യാനാണ്? ആ ഒരു ആയത്ത് വന്ന് നിൽക്കാനാണ്. ആ ഒരു ആയത്തിൽ നമ്മളോട് റബ്ബ് എന്താണോ പറയുന്നത് ആ ഒരു രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താണ് ഖുറാനില് നമ്മള് ഈ ഒരു വിഷയം കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ മൗലവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ഒരു ആയത്ത് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ആയത്താണ്. ഏതൊരായത്തിനേക്കാളും എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഒരു ആയത്താണ്. അത് എന്നോട് പറയുന്നതാണ് അല്ലെ. നമ്മൾ ഓതുന്ന സമയത്ത് നമ്മളോട് പറയുന്നതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക. ഈ ഖുർആൻ എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ഖിയാമത്ത് നാൾ വരെ നമുക്കും എല്ലാ ലോകർക്കും വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അല്ലെ, പരിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ആയത്തില് റബ്ബ് പറയുന്നത് കേട്ടാല് നമുക്ക് സത്യം പറഞ്ഞ എന്താണ്, കരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അല്ലെ. അത്രയും അടുപ്പത്തിലുള്ള, അത്രയും നമ്മളെ അറിയുന്നവനായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവൻ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ ഒരു രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് എന്താണ് നിത്യേന അത് കൊണ്ടുവരിക, ആ ഒരു രൂപത്തിൽ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യുക, റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്, ആ ഒരു മൈൻഡ് എപ്പോഴും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളെ അവൻ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമായിട്ട് ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ് കേട്ടു, ആ ഒരു രൂപത്തിൽ തന്നെ ജീവിക്കുക. ക്ലാസ്സിൽ കേട്ടതുപോലെ തന്നെ നിയത്ത് പുതുക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നിയത്ത് പുതുക്കണം അല്ലെ. ഇൻഷാ അല്ലാഹ് ആ ഒരു രൂപത്തിൽ എല്ലാവരും ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. اوكي ان شاء الله. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم يا مقلب القلوب ثبت قلوبنا على دينك. جزاكم الله خيرا كثيرا. بارك الله فيكن جميعا. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള ക്ലാസ് കേട്ടിട്ടുള്ളതായിട്ടുള്ള നിങ്ങൾക്കുള്ള ടൈമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അനുഭവങ്ങളും ഫീഡ്ബാക്സുകളും അറിയിക്കാനുള്ള അവസരമാണ്. ആരും പുറകോട്ട് പോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് ഉള്ളത് അല്ലെ. ആ ഒരു സമയം അള്ളാഹ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതാണ്. അപ്പൊ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം യൂസ് ചെയ്യുക. നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, ഈ ഒരു അനുഭവത്തെക്കാളൊക്കെ വലുതാണോ നമ്മുടെ അനുഭവം അല്ലെ. പലർക്കും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശങ്ങളായി കഴിഞ്ഞാലും അനുഭവങ്ങളായി കഴിഞ്ഞാലും എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. ആരാന്ന് വെച്ചാല് അവരെ ഞാൻ ആ ഒരു രൂപത്തിൽ ഓർഡറിൽ വിളിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. നൗഷീനത്ത പറഞ്ഞോളൂ കേട്ടോ. നൗഷീനത്താക്ക് കേൾക്കുന്നുണ്ടോ?
ഓക്കെ. നെക്സ്റ്റ് സൈനബ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നല്ല ക്ലാസ്സായിരുന്നല്ലോ. നല്ല സന്തോഷായി ക്ലാസ്സിൽ തീർന്നതിൽ. അത് അള്ളാഹു സ്ഥാപിച്ചെന്ന് കേൾക്കാനും ഇരിക്കാനും വേണ്ടി ഫോണ് വിളിച്ച് പറയാണ്. ഇപ്പണ്ട് ഉമ്മാക്ക് ക്ലാസ്സുകൾ കേറിക്കോളി പറഞ്ഞ് ആദ്യമായിട്ട് കേറുകയാണ് ഇങ്ങനെ. അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി. ഇനി നമുക്കൊരു എന്നും ഇത് നിലനിർത്താൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഷൈനിത്ത. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് നേരത്തെ ആരോ അതിലേക്ക് പറഞ്ഞല്ലോ. ഷൈനിത്ത കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഷൈനിത്ത പറഞ്ഞോളൂ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് തന്നെ അള്ളാഹിന്റെ ഒരു നാമം, യാ വദൂദ് യാ അല്ലാഹ്. സ്നേഹനിധിയാണ് അള്ളാഹു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളെത്ര ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഓരോ നല്ലതും ചീത്തതും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചീത്തത് ചെയ്യുന്നത്, കണ്ണുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ ചെയ്തുണ്ട്. തെറ്റാന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അത്രയും സ്നേഹമുള്ള അള്ളാഹു എല്ലാം പുറത്തു തരും നമ്മൾ വിശ്വസിക്കുക. പിന്നെ തെറ്റുകളിൽ പെടാതെയും സൂക്ഷിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ആയത്ത്, നമ്മൾ ഓരോ ആയത്തുകൾ എടുക്കുമ്പോൾ പണ്ടൊന്നും ഇങ്ങനെ കേട്ട് പോവാറേ ഉള്ളൂ. ഇപ്പം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോ അങ്ങനെ മനസ്സിൽ പതിയുന്നു. ആയത്തുകൾ പഠിക്കണം. അല്ല, നമ്മൾ എല്ലാം അങ്ങനെ അറിയാം. അപ്പൊ ഫാത്തിഹ ആണെങ്കിലും അറിയാം. നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏത് സൂറയാണ് ഏത് ആയത്താന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളൊരു ക്ലാസ്സിലൊക്കെ ഒരു മെച്ചം തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റേ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഹംദ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ഹംദ് പറയാം. അപ്പൊ ആദ്യം അത് കേട്ടപ്പോ വളരെ സിമ്പിൾ ആയി തോന്നിയിരുന്നു ക്ലാസ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പം അതെന്തോ ഭയങ്കര ഭയങ്കര പവറാ. അതുപോലെയാണ് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയത്. അതേപോലത്തെ വലിയൊരു അറിവാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നിയത്ത് ചെറുതാണെങ്കിൽ പോലും നമ്മളിപ്പം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര ജോലി ഉണ്ടെങ്കിലും നമ്മളൊരു ഉത്തരവാദിത്തമാണ് കുക്കിങ്. അപ്പൊ അത് നമ്മളിപ്പോ എത്ര നന്നായിട്ട് ചെയ്താലും ചീത്തായിട്ട് ചെയ്താലും അതിനൊരു പരിധി ഉണ്ടല്ലോ. നമുക്ക് അത്ര അപ്രിസിയേഷൻ കിട്ടുന്നുള്ളൂ. പക്ഷെ വലിയൊരു അമലാണത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്ത് നമ്മൾ ചെയ്താലും അത് വലിയൊരു പ്രാക്ടീസ് ആണെന്ന് തോന്നുക. കാരണം നമ്മളിപ്പോ ചായക്കൊരു വെള്ളം വെക്കുക, ബ്രഷ് ചെയ്യുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ നമുക്കറിയാം. പക്ഷെ അത് നമുക്ക് മനസ്സിക്ക് വരുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഈ ക്ലാസ് കേട്ടപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് തുടങ്ങുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവ്. ആ ക്ലാസ് കൊണ്ട് കിട്ടിയ ഒരു ഗുണം. അപ്പൊ ഇത് രണ്ടും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ക്ലാസ് കൊണ്ടുള്ള ഗുണം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വിശ്വസിക്കുന്നത്. അള്ളാഹു ഇങ്ങനത്തെ അമലുകൾ കേൾക്കാനും അറിവുകൾ കിട്ടാനും അത് നമുക്ക് ജീവിതത്തിൽ, കാരണം അത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. നമുക്ക് പ്രാവർത്തികമാക്കണമെന്ന് ചിന്ത ഉണ്ടാവും. പക്ഷെ സാഹചര്യങ്ങൾ നമുക്ക് കഴിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ജീവിതത്തിൽ ഒരു ചിട്ട. കാരണം എന്ന് പറഞ്ഞാൽ ഏജ് വൈസ് നമുക്ക് വലിയ ഇതുണ്ടല്ലോ. ചിലവർ 10 വയസ്സുള്ളവരും 18 വയസ്സുള്ളവർക്കൊക്കെ പെട്ടെന്ന് കഴിയും. ഏജ് കൂടുന്തോറും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതും ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റുക ഏജിലുള്ളവർക്കുമാണ്. ആ വിശ്വാസത്തോടു കൂടി എല്ലാ ക്ലാസ്സുകളും നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ജീവിതത്തിൽ പ്രാവർത്തിക്കാനുള്ള എല്ലാ അള്ളാഹു നമുക്ക് സൗകര്യങ്ങളും അതിനുള്ള ആരോഗ്യസ്ഥിതി എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ ഷൈനിത്ത. ബാറക്കല്ലാഹു ഫീക്ക്. മൈമൂന. അതിനു മുമ്പ് ഇതാരാണ് കൊണ്ടോട്ടി എന്നുള്ള ഒരു നെയിമിൽ ആരാണുള്ളത്? ഓക്കെ. മൈമൂന എന്ന് പറയുന്ന ആള് ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു.
അതെല്ലാം മനസ്സിലാണുള്ളത്. ഈ ക്ലാസ്സിൽ വരാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ഭയ്യ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഹസീൻത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞായിരുന്നില്ലേ, നമ്മൾ എന്തുണ്ടെങ്കിലും ആദ്യം റബ്ബിനോട് ചോദിക്കണം എന്ന്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇങ്ങനെ കാത്തിരിക്കുകയാണ് റബ്ബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതായത് ജീവിതത്തിൽ എല്ലാത്തിനും ആളുകളെ വിളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്നലെ രാത്രി വരയ്ക്കും എൻ്റെ ജീവിതത്തിൽ അതൊരു അത്ഭുതമായിട്ട് നടന്നതാണ്. നമ്മൾ ആദ്യം വിചാരിക്കണം. ഇപ്പം ഞാനത് അറിയാൻ കാരണം ഞാനിവിടെ ഒരു ടീച്ചറിനെ വെച്ച് ഖുറാൻ ക്ലാസ് നടത്തിയിരുന്നു. അപ്പം അവരാ എനിക്ക് എത്രയോ വർഷം മുമ്പ് ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ആദ്യം റബ്ബിനെയാണ് വിളിക്കേണ്ടതെന്ന്. അപ്പം അപ്പോഴാണ് ചിന്തിച്ചത്, ശരിയല്ലേ, നമ്മൾ മനുഷ്യർ വിളിക്കുന്നു, പക്ഷെ ആ മനുഷ്യരുടെ ഹൃദയത്തിൽ നമുക്ക് സഹായത്തിനായിട്ട് ചിന്തിപ്പിക്കുന്നത് ആരാണ്? സൃഷ്ടാവായ റബ്ബാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നേരിട്ട് നമ്മുടെ റബ്ബിനെ വിളിച്ചുകൂടാ? അന്നാ ഞാൻ തിരിച്ചറിഞ്ഞത്. അതുവരെയ്ക്കും നമ്മൾ എന്തിനും നമുക്ക് നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അടുത്തുള്ള ബെസ്റ്റ് ഫ്രണ്ട്സോ അവരെയൊക്കെ വിളിക്കണം തോന്നും. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, ഒന്ന് നമുക്ക് നോക്കാം. ഇത്രയും കാലം നമ്മൾ മനുഷ്യരെ വിളിക്കുന്ന, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു തരും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്തതിനെ വിളിച്ചു പറയും, അങ്ങനെയൊക്കെ അല്ലേ. നമ്മുടെ റബ്ബ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതിനുശേഷം ഞാൻ അള്ളാഹുവിനോട്, അതായത് ഫസ്റ്റ് നമ്മുടെ ചിന്തയിൽ ആദ്യം നമ്മുടെ റബ്ബ് തന്നെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഉമ്മടുത്ത് പറയാം, അല്ലെങ്കിൽ അവർക്ക് പറയാം, ഭർത്താവിനോട് പറയാം. അല്ല, ആദ്യം റബ്ബിനോടാണ് പറയേണ്ടത്. അങ്ങനെ അത് ചെയ്ത് വരുമ്പം ഉണ്ടാകുന്ന ആ മിറാക്കിളിനെ കുറിച്ച് പറയാൻ നമുക്ക് തികയില്ല. എന്നുവെച്ചാൽ അത്ര പവർഫുൾ ആണ് ആ റബ്ബ്. ആ റബ്ബ് അനുഭവിക്കുന്ന ഒരു സന്തോഷം നമ്മളെ അനുഭവിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പം നമ്മൾ റോഡിൽ പോയി ഒത്തിരി നമ്മൾ കാത്തു നിൽക്കണം, ആട്ടോക്ക് എന്തിനായിട്ടും. അപ്പൊ ഞാൻ ചെയ്യാൻ തുടങ്ങി, രാവിലെ ഫജറിനെ നമ്മൾ അല്ലെങ്കിൽ തഹജ്ജുദിന് എണീച്ച് നിസ്കരിക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ തൊട്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങണം. അത് എണീറ്റ ഉടനെ നമുക്ക് എന്താ ആവശ്യം, നമ്മൾ എണീറ്റ ഉടനെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ അടുക്കള ഒക്കെ അത് കുറച്ചായിട്ട് നമ്മളിങ്ങനെ പറയാൻ തുടങ്ങണം അള്ളാഹിനോട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹൃദയത്തിനകത്ത് ഒരു ഇതുണ്ടാവുന്നത്, ഒരു ഉറപ്പുണ്ടാവുന്നത്. ഞാൻ രാവിലെ എൻ്റെ റബ്ബിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി എൻ്റെ റബ്ബ് നോക്കിക്കോളൂന്ന്. അതിനുശേഷം നമുക്ക് അതുപോലെ അള്ളാഹുത്താല നമ്മളെ കാത്തിരിക്കും. എത്രയോ പ്രാവശ്യം അടുക്കളയിൽ പൊള്ളാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുത്താല കാത്തിരിക്കും, അത്ഭുതം എന്നോളം അള്ളാഹുത്താല കാത്തിരിക്കും. അതേപോലെ തന്നെ ഞാൻ റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹിനോട് പറയാം, റബ്ബെ എനിക്ക് റോഡിൽ പോയി കാത്തു നിൽക്കാൻ വയ്യ അല്ല, എൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഒരു ഓട്ടോ നീ പറഞ്ഞയക്കണേ അല്ല. സത്യം പറഞ്ഞ രാവിലെ ക്ലാസ്സിനൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇറങ്ങുന്ന സമയത്ത് അത്ഭുതകരമെന്നോളം ഒരു ഓട്ടോ അവിടെ ഉടനെ വരുന്നത്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും, നമുക്ക് പറയാൻ വാക്കുള്ള. നമ്മുടെ റബ്ബ് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയാതെയാണല്ലോ നമ്മൾ ജീവിച്ചത്. ആ നഷ്ടബോധം ഒരുപാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. അതേപോലെ ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ തന്നെ തിരിച്ചിറങ്ങാൻ നേരമാണ്, ഇറങ്ങി കഴിയാറാവുന്നപ്പോൾ പക്ഷെ ഭയങ്കര ദാഹം. അവിടെ വെള്ളമോ ജ്യൂസോ ഒന്നുമില്ല. ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, അത് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നുമില്ല, വെറും ഗ്ലാസ് മാത്രമുണ്ട്. എന്താ ചെയ്യുന്നത്, പോകാൻ ഇനി കുറെ നേരമാവും. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, യാ അല്ലാ, വെള്ളം ദാഹിക്കുന്നല്ലോ അല്ല, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഇല്ലല്ലോ. സത്യം എൻ്റെ കണ്ണിനും എൻ്റെ സിസ്റ്ററും കണ്ടിട്ട് അവളും പറയുന്നത് എന്താ അത്ഭുതം. അപ്പൊ ഒരു കൊച്ചു ആ കല്യാണ വീട്ടിൽ നിന്ന് കുറേ കുപ്പി ആദ്യം ഉണ്ടായിരുന്ന ജ്യൂസുകൾ, കുറേ ബോട്ടിൽ ജ്യൂസുമായിട്ട് കൊച്ചു ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. അപ്പൊ അത് അതിന്റെ ഉമ്മാക്ക് ഓരോ ഫാമിലി മെമ്പേഴ്സിനായിട്ട് എടുത്തോണ്ട് പോണേണ്. ഞങ്ങളുടെ മുമ്പിൽ അത്ഭുതം എന്ന് പറയുമ്പോൾ ആ കൊച്ചു അതിൽ നിന്ന് ഒരു കുപ്പി ബോട്ടിൽ ജ്യൂസ് എടുത്ത് ഞങ്ങളുടെ മുമ്പിൽ തറയിൽ അവിടെ പടി ഇറങ്ങുന്ന ആ പടിയിലെ കൊച്ചു ആ ഒരു ജ്യൂസിനെ വെച്ചിട്ട് അതങ്ങ് ബാക്കി ജ്യൂസും കൊണ്ട് പോകണം. ഞാൻ ഇരുന്ന് അത്ഭുതപ്പെടുത്തി, എന്താ ഈ കൊച്ചു ഇവിടെ ഒരു ജ്യൂസും വെച്ചിട്ട് പോയി, വാട്ടർമെലോണിന്റെ ജ്യൂസ്. കുറെ നേരിട്ട് ആ കൊച്ചിനെ കാണാനില്ല. അപ്പൊ ഞാൻ മനസ്സിൽ ഉടനെ അന്ന് വിചാരിച്ചു, ഇത് നിനക്കുള്ള ജ്യൂസാണ്, അവിടെ പോയി എടുത്തോന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ പറഞ്ഞു. ആ ബോട്ടിൽ ജ്യൂസ് എടുത്ത് ഞാനും എൻ്റെ സിസ്റ്ററും കുടിച്ചു. അവള് പറഞ്ഞു, ഇത് എന്താണ് ഹസീന, നോക്ക് നമുക്കെന്ന് പറഞ്ഞിട്ട് അല്ല ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതാണ് റബ്ബിന്റെ ശക്തി. നമ്മൾ നമ്മുടെ റബ്ബിനെ അറിയണം. പിന്നെ ഞാനും കുടിച്ചു, ആ കുട്ടിയും കുടിച്ച്, എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ആദ്യം വിളിക്കാൻ നിൽക്കണം? നമ്മുടെ റബ്ബിനെ നമ്മൾ വിളിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ റബ്ബ് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്തു തന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളിന്ന് ഓർമ്മപ്പെടുത്തിയത് പറയാൻ വാക്കുകളില്ല. അൽഹംദുലില്ലാ, എല്ലാവരും
നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷം വരെ നമ്മുടെ റബ്ബിനെ നമുക്ക് വിളിക്കാനും ആ വിളി റബ്ബ് എപ്പോഴും കേൾക്കാനും അള്ളാഹു വിധി കൂട്ടി തരട്ടെ. آمين آمين وإياكم. بارك الله فيكم. جزاكم الله خيرا. وعليكم السلام ورحمة الله. ഞാന് സംസാരിക്കുന്നതിന് എന്നോട് ക്ഷമിക്കണേ. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ പറഞ്ഞോളി. പിന്നെ എന്താ പറയാ, അർഷിത മോളെ ക്ലാസ് ഞാൻ ഒരിക്കലും മിസ്സാക്കലില്ല. ഭയങ്കര നല്ല എന്താ പറയുക, ഫസ്റ്റ് ഞാന് പിന്നെ അള്ളാഹുവിന്റെ ഇത് സംസാരം അള്ളാഹുവിന്റെ പറ്റിയിട്ട് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. അതപ്പോ ഞാൻ പറയുന്നതാ. പക്ഷെ ഇന്നത്തെ ക്ലാസ് എനിക്ക് മിസ്സായിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ ഓണാക്കുമ്പോഴത്തേക്ക് 7:45 കയറുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ബാത്റൂമിലേക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്തുകൊണ്ട് പോയി. അവിടെ കയറുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോ ഒരു ആരോഗ്യ പ്രശ്നം അർഷിത മോളോടെല്ലാം ഞാൻ പറയലുണ്ട്. അപ്പൊ അങ്ങനെ ഇതായിട്ട് മുമ്പത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഞാൻ അപ്പം വിചാരിച്ചു, അപ്പൊ അള്ളാഹുവിന്റെ അടുക്ക എന്തോ എന്റെ അടുക്ക തെറ്റ് വന്നു പോയോ, ഇത് കേൾക്കാനുള്ള ഒരു അവസരം അള്ളാഹു തന്നില്ലല്ലോ. എനിക്ക് ഒരു സങ്കടം തന്നെ മനസ്സിൽ. എന്ന് വെച്ചാൽ എനിക്ക് മിസ്സായാലേ ഇല്ല. ഇപ്പൊ 2 ആഴ്ച എനിക്ക് മിസ്സായിപ്പോയി. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ പ്രശ്നം കൊണ്ട് എനിക്ക് പിന്നെ ഒരു വാദസംബന്ധമായിട്ടുള്ള ചെറിയൊരു പ്രയാസം ഉണ്ട് എനിക്ക്. അപ്പോ അത് വേദനയും കാര്യങ്ങളെല്ലാം, ഇപ്പൊ ചെറിയൊരു നീരെല്ലാം ഉണ്ട് കാലിന്. ദ്വാല ഉൾപ്പെടുത്തി എല്ലാരും ഞാൻ ഡോക്ടർക്ക് കാണിക്കാൻ തീരെ ഇതില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എല്ലാം അള്ളാഹുവിലെന്നേ ഞാൻ തവക്കല് ചെയ്യല്. എന്ത് കാര്യം എന്റെ റബ്ബ് എനിക്ക് എന്റെ റബ്ബ് മാറ്റിത്തരും. എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ആമന റസൂല്, ആയത്തുൽ കുർസി, അള്ളാഹു പിന്നെ നമ്മളെ ലായിലായില്ലാത്ത സുബാനക്ക ലായിലായില്ലാത്ത സുബാനക്ക ഇനി കുന്തു മിനല്ലാലിമി, അതിലിങ്ങനെ ചൊല്ലിക്കൊണ്ട് റബ്ബിനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അള്ളാഹു എനക്ക് മാറ്റിത്തരും. ഗുളികനും കാട്ടി ഏറ്റവും വലുത് എന്റെ റബ്ബാന്ന് എനക്ക്. ഡോക്ടേഴ്സ്മാരെ തീരെ എനക്ക് എല്ലാരും പറയും കാണിക്കണം, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ, അള്ളാഹു പറഞ്ഞിട്ടല്ലോ. പിന്നെ എന്താ പറയാന്, നമ്മള് ഒരു രോഗം വന്നു കഴിഞ്ഞാല് നമ്മള് ചികിത്സിക്കണം എന്നുള്ള. എന്നാൽ ഞാൻ എല്ലാരോടും പറയും, നമ്മളെ റബ്ബില്ലേ പിന്നെ എന്തിനാ ഡോക്ടേഴ്സ് എന്നെല്ലാം പറയും. അപ്പൊ അങ്ങനെ ഇതുവരെ അൽഹംദുലില്ലാ ചെറിയൊരു ഗുളിക എത്രയോ കാലങ്ങളായി ഞാൻ കാണിച്ചിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി എനക്ക്. പക്ഷെ അൽഹംദുലില്ലാ എന്റെ റബ്ബില്ലേ, കാലിന് ചെറിയ നീരുണ്ടെങ്കിൽ കൂടി അൽഹംദുലില്ലാ എനിക്ക് നല്ല എനർജി, എനിക്ക് റബ്ബ് നല്ല എനർജി തന്നേ. എന്റെ നമസ്കാരത്തിൽ എനിക്ക് കുറച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ കുറച്ചിരുന്ന് അള്ളയും ഞാൻ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കുന്നു എന്റെ അടുത്ത് തെറ്റുകൾ വരുന്നുണ്ടോ, എന്നാലും റബ്ബ് എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. എനിക്ക് പറയാൻ വാക്കുകളില്ല അള്ളാഹിനെ കുറിച്ചിട്ട്. എനിക്ക് ചില സമയം എന്താ പറയാന്, എനിക്ക് ചെറിയ പ്രയാസങ്ങൾ റബ്ബ് തന്നാലും പിറ്റേ ദിവസം എനിക്ക് ഉണ്ടാവും അള്ളാഹു നല്ലൊരു എല്ലാം കൂടി. പിന്നെ ക്ഷമ, നമ്മളെ മിഷ്കാത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ദാവത്തിലുള്ള എന്ന് പറഞ്ഞ അർഷിത മോളെ ക്ലാസ്സിലാണ് ഞാൻ കയറി. ഇപ്പൊ നമ്മളെ മാം ഏതാന്ന് അറിയില്ല, ആരാ സംസാരിച്ചെന്നൊന്നും അറിയില്ല അള്ളാഹുവിനെ കുറിച്ച്. അപ്പൊ അത് മിസ്സായിപ്പോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ ഈ 2 ആൾക്കാര് ആരോ സഹോദരിമാര് സംസാരിക്കുന്ന വിഷയങ്ങൾ കേട്ടപ്പോ എനിക്ക് 2 വാക്ക് വേഗങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ഒന്ന് പറയണമെന്ന് തോന്നി റബ്ബിനെ കുറിച്ച്. എനിക്ക് ഇന്നത്തെ നഷ്ടം വല്ലാത്തൊരു നഷ്ടം തന്നെ ആയിപ്പോയി. എല്ലാരും ദ്വാല ഉൾപ്പെടുത്തുക, അള്ളാഹുവിന്റെ സദസ്സിൽ ഇരിക്കാനും അതുപോലെ നമ്മൾ പ്രവർത്തിക്കാനും. നമ്മൾ കേൾക്കൽ മാത്രമായി പോരല്ലോ, നമ്മൾ അതുപോലെ പ്രവർത്തിക്കാനും എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തുക. എല്ലാവർക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടെ റബ്ബ് നമുക്ക് സന്തോഷത്തിൽ നമ്മളെ ഫാമിലിയിലും അയൽവാസികളോടും മറ്റുള്ള ബന്ധുക്കളോടും നല്ല രീതിയിൽ നമുക്ക് അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയാന് നമുക്ക് അതിനുള്ള നിങ്ങളെ ടീച്ചേഴ്സ്മാരെല്ലാം നമുക്ക് ദത്തെടുക്കുന്ന പോലെ അതുപോലെ ഞമ്മക്കും എല്ലാവർക്കും അള്ളാഹുവിനെ കുറിച്ച് സംസാരം എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനിയും കുറെ എന്തല്ലോ അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇന്നലെ മിഷ്കാത്ത് ഗ്രൂപ്പിൽ നമ്മളെ ആരാ ടീച്ചർ എന്നറിയില്ല, ഓർമ്മയില്ല എനിക്ക്. ഞാൻ പറയാം എന്തുണ്ടെങ്കിൽ പറയണമെന്ന്, പക്ഷെ എപ്പാട് മറന്നു. പിന്നെ അന്നേരം ഞാൻ വിചാരിക്കും അത് അന്നേരം പിന്നെ പാടും കുറച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നിങ്ങളോട് പറയേണ്ട ഇത് വിഷയം വിട്ടുപോകും. എന്താ പറയാ, ഇപ്പം തന്നെ എന്തോ പറയാൻ പറഞ്ഞാൽ വിട്ടുപോയി. എന്നാലും റബ്ബ് എന്താ പറയാ, ഇബ്ലീസ് ചെറിയൊരു തടസ്സം തന്നത് എന്താണെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് എന്ത് തെറ്റുണ്ടേ എനിക്ക് തിരുത്തി തരണം. അൽഹംദുലില്ലാ. ഇനി അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനും അതുപോലെ പ്രവർത്തിക്കാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രോഗികളെ കുറെ ആൾക്കാർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണ ശിഫ നൽകി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ് ഖൈർ.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ ആമീൻ വയ്യാക്കും. നമ്മുടെ ബനാത്തിലെ സ്റ്റുഡൻസ് മക്കളാരും ഇല്ലേ? നമ്മുടെ റബ്ബിനെ കുറിച്ച് പറയാൻ 2 വാക്ക് പറയാൻ ആരെങ്കിലും മുന്നോട്ട് പോയോ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ. ഇൻഷാ അല്ലാഹ് മുഹ്സിൻത പറഞ്ഞോളി. ഞാൻ ബനാത്തത്തെ സ്റ്റുഡന്റ് അല്ല. ഞാൻ ഇതിപ്പോ അവര് പറഞ്ഞത് കേട്ടപ്പോ ഒരു ഡൗട്ട് വന്നതാ. അവര് ഡോക്ടറെ കാണിക്കണില്ല എന്ന് പറഞ്ഞപ്പോ, ഡോക്ടറെ കാണിക്കുന്നത് അല്ലാഹു അനുവദിച്ച കാര്യല്ലേ? നമുക്കൊരു രോഗം വരുമ്പോ ചികിത്സ തേടുക എന്നുള്ളത്. അപ്പൊ എനിക്കത് ഇൻഷാ അല്ലാഹ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചോദിക്കാതിരിക്കും. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈർ. ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. സലീഷത്ത ജസാക്കുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് സലീഷത്ത പറഞ്ഞതുപോലെ ഇനി വീട്ടില് ബനാത്തിലെ മക്കൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളി. അതേപോലെ ഇന്നത്തെ ആയത്തിൽ ഉജീബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉജീബ് ദഅവത്ത് എന്ന് പറഞ്ഞാല് ഉജീബു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും. ദഅവത ദാഇ, വിളിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക്. ഉത്തരം നൽകുന്നുണ്ട്. ഉജീബ്. ഓക്കെ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബനാത്തിലെ മക്കളെ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ പറയും. നമ്മുടെ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാറില്ലേ റബ്ബ് ഏറ്റവും അടുത്തവനാണ് അല്ലേ? ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും നമ്മൾ എന്താണ് അലൈക്കും. റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ആരാണ് പറഞ്ഞതിപ്പോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരു വാക്ക് എന്ന് വെച്ചാ ഈ അള്ളാഹുവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ ഭയങ്കര, പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്കിപ്പം കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഉണ്ടായി. മോള് പോകുന്ന സമയത്ത് പാസ്പോർട്ട് ഓഫീസ് അവിടെ നിന്ന് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ട് കാണുന്നില്ല. അവരടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് മക്കളും 4 പാസ്പോർട്ട് സ്റ്റാഫ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളോടും കൂടെ പറയുന്ന ആർക്കും കൊടുത്തിട്ടില്ല. അവര് കുറച്ച് വെയിറ്റ് പെട്ടിയിൽ വെയിറ്റ് അധികമായിട്ട് വെയിറ്റ് പിന്നെ കുറച്ച് കുറക്കണം എന്നിട്ട് മാറി എന്നിട്ട് മോള് പെട്ടിയെല്ലാം ലെവലാക്കി. അത് കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്ക് പെട്ടി അങ്ങ് വിട്ട് പാസ്പോർട്ട് കൊടുക്കുന്ന ഇല്ല. പാസ്പോർട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നിനെന്നല്ല വാശി. അവരുടെ അടുത്ത് അവിടെ എവിടെ ഇല്ല. മോളെ ആകെ ടെൻഷനായി. ഒറ്റക്ക് മക്കളെയും കൊണ്ട് പോകുന്നതാണ്. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഭയങ്കര ടെൻഷന്. കുറെ നോക്കി, CCTV നോക്കി. അപ്പൊ മോള് അവർ പറഞ്ഞ് നിങ്ങളോട് പെട്ടിയിലാറ്റും വെച്ച് മറന്നു പോയോ? പെട്ടി അങ്ങ് പോയല്ലോ ലഗേജ്. അപ്പൊ അതും ഒരു ടെൻഷന്. അങ്ങനെ ഇപ്പൊ അവള് പറഞ്ഞു നമ്മള് പെട്ടി അടങ്ങള് വിടല്ല, പെട്ടി വിടല്ല, നമുക്ക് അതറിയാണല്ലോ. അപ്പൊ CCTV അവര് കുറച്ച് സമയം കുറച്ചൊരു ഭയങ്കര ഒരു ടെൻഷനായി. ഇത് ടൈമുമായി 11 ഫ്ലൈറ്റിന് 10 മണി കഴിഞ്ഞ് 10:30 മണിയാനായി. ഭയങ്കര നമുക്കോ എനിക്കോ ഇങ്ങനെ പുറത്തുനിന്ന് കരച്ചിലും വരുന്നത് ഭയങ്കര. എന്നിട്ട് ഭയങ്കര അള്ളാഹിനോട് പ്രാർത്ഥിച്ച് അള്ളാഹിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാണ്. അങ്ങനത്തെ ഒരു നമ്മളിപ്പോ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഫ്ലൈറ്റ് പോകാനുമായി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എമിഗ്രേഷനിൽ അവിടെ സ്ട്രക്കായി. വേറൊരാൾക്ക് ഇയാൾ പാസ്പോർട്ട് മാറിക്കൊടുത്തു. വേറെ ഫാമിലിക്ക് അവര് പാസ്പോർട്ട് കൊടുത്ത് പോക്കറ്റിൽ ഇട്ടിനവര്. അപ്പൊ അവര് കുറച്ച് സമയം അവിടെ പിന്നെയും മാറി നിന്നോണ്ട് അവര് പിന്നെ ഈ പാസ്പോർട്ടെല്ലാം എടുത്തിട്ട് ആ ഫാമിലിക്ക് തന്നെ കൊടുത്ത്. അവര് ശ്രദ്ധിച്ചില്ല. അവര് നേരെ പോയി എമിഗ്രേഷനിൽ പോയിട്ട് കൊടുക്കുമ്പോൾ ആള് മാറിന്, പാസ്പോർട്ടെല്ലാം മാറി. അവിടെ സ്ട്രക്കായി. അവിടെ അള്ളാന്റെ ഒരു ഇടപെടല്. ചിലപ്പോ ഈ പാസ്പോർട്ടെല്ലാം നമ്മളെ പാസ്പോർട്ട് കിട്ടിയ പാസ്പോർട്ട് അവര് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അവരെ പാസ്പോർട്ടും കഴിച്ചിട്ട് അവരങ്ങ് പോകും. ഇവരറിയാണ്ട് ബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയില്ലേ, അപ്പുറം കിടക്കൂലേ, പിന്നെ ഒരു കിട്ടൽ ഉണ്ടാവില്ലല്ലോ. ശരിക്കും അവിടെ ഒരു അള്ളാന്റെ ഒരു ഇടപെടൽ ശരിക്കും നമുക്ക് അവിടെ മനസ്സിലാകുന്ന അള്ളാന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. പ്രാർത്ഥന അള്ളാഹിനോട് പ്രാർത്ഥിച്ച ഭയങ്കര ഒരു അനുഭവം എന്നത്. എന്തോ അൽഹംദുലില്ലാ ഫ്ലൈറ്റ് എല്ലാവരും കയറി. ലാസ്റ്റ് എന്റെ മോളും മക്കളും എല്ലാം കയറിയ. ഒരു ഭയങ്കര ഒരു ഇത് അള്ളാന്റെ ഒരു ഇടപെടലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അള്ളാഹ് ഇടപെടുന്നത്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. അതന്നെ, അതിന് സ്തുതിച്ചാലും മതിയാവില്ല. നമ്മൾ വിചാരിച്ച മക്കള് മടങ്ങിയത് പാസ്പോർട്ട് എവിടെ
നമ്മൾ മാറി ചിന്തിച്ചു നോക്കിയാ ആ കൊടുത്ത ആള് ചിലപ്പോ മാറിയിട്ട് നമ്മള് ബാഗിൽ വെച്ച് വിചാരിച്ചാൽ ചിലപ്പോ ഈ ഓർമ്മയില്ലാണ്ട് അവര് കൊണ്ടുപോയില്ലേ. ഇമിഗ്രേഷനും അയാളെ പാസ്പോർട്ട് കഴിഞ്ഞിട്ട് അയാൾ കടന്നിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടലുണ്ടാ? അയാള് അവിടെ എത്തിയിട്ടായിരിക്കും മനസ്സിലായത്. അത്ര അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത് ഭയങ്കര ഒരു അതിശയം തന്നെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ മനസ്സിൽ ആത്മാർത്ഥതമായിട്ടും അതേപോലെ നിഷ്കളങ്കമായിട്ടും ഒക്കെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ നമുക്ക് റബ്ബ് തീർച്ചയായിട്ടും ഉത്തരം ചെയ്യും എന്നുള്ളതിന്റെ ഒരു തെളിവ് അല്ലേ നമുക്ക് മുമ്പിൽ തീർച്ചയായിട്ടും കുറെ അനുഭവങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇത്ത പറഞ്ഞില്ലേ, എന്റെ ഒരു അറിവ് പറയാണ്ടാ. ഇത്ത പറഞ്ഞില്ലേ അങ്ങനെ ആണെങ്കിൽ എന്ന്, തിരിച്ചാണെങ്കിൽ എന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരു ഹദീസിൽ കേട്ടിട്ടുണ്ട്. ലവ് എന്നുള്ള വാക്ക് ആണെങ്കിൽ, അങ്ങനെ ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കരുത് നമ്മള്. അല്ല, അത് ശരിയാണെന്ന് പറയാ, ശരിയാണെന്ന് പറയുന്ന കേൾക്കലുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആയാലോ. നമ്മളങ്ങനെ ഇത്ത പറഞ്ഞതൊക്കെ ശരിയാണ്. അതെ, റബ്ബിന്റെ വിഷയത്തിൽ അത് പറയാൻ പാടില്ല. ഇല്ല, അത് പാടില്ല എന്നറിയാം. പക്ഷെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലീഷത്ത, ഒന്നും കൂടെ എനിക്ക് ഇടപെടേണ്ടി വരികയാണ്. ഇൻഷാ അല്ലാഹ്.